പക്ഷെ അതപ്പോൾ 2 ആയി 1 ആയി ഇപ്പോൾ 0 എല്ലോ വന്ന് കഴിഞ്ഞിട്ടും വാഹനങ്ങൾ പോകുന്നില്ല. ഇതൊക്കെ വാഹനങ്ങൾ പോകുന്നത് കംപ്ലീറ്റ് റെഡ് ഇതിലാണ് പോകുന്നത് കറക്റ്റ് ആയിട്ട് അല്ലേ. ഇത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ ക്രിസ്ത്യൻ കോളേജ് സിഗ്നൽ ജംഗ്ഷനിലാട്ടോ. ഇവിടെ ഗ്രീന് കത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ വാഹനം പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ അവിടെ എന്താ ചെയ്യുക, അവിടെ റെഡ് വരും. ആ റെഡ് വരുന്നതിന്റെ മുമ്പായിട്ട് യെല്ലോ ലൈറ്റ് നമുക്ക് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. അത് അധികം ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സ്പീഡിൽ യെല്ലോ ലൈറ്റ് റെഡ് വരുന്നുണ്ടെന്ന് കണ്ടു. ഇപ്പൊ 4 3 2 1 ആയി. ഇപ്പൊ യെല്ലോ ലൈറ്റ് വന്നുകാണ്ട് പോകുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ. കണ്ടില്ലേ, ഇവരൊക്കെ യെല്ലോ ലൈറ്റിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അടുത്ത സിഗ്നൽ കിട്ടിയതാ, ഈ ടീമൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു അപകടം സംഭവിക്കാനുള്ള ചാൻസാ. യെല്ലോ ലൈറ്റ് എപ്പം നമുക്ക് വന്നോ ആ സമയത്ത് നമ്മൾ വാഹനം സ്ലോ ചെയ്തിട്ട് നമ്മൾ ആ സീബ്ര ലൈനിന്റെ മുമ്പായിട്ട് സ്റ്റോപ്പ് ഉള്ള അവിടെ നമ്മൾ നിൽക്കാന്നുള്ളത് വാഹനം. അത് മറ്റുള്ളവർക്കും ഗുണമാണ്, അത് നമുക്കും ഗുണമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എത്ര പേര് ശ്രദ്ധിക്കേണ്ടെന്നുണ്ടോ അറിയില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ ജംഗ്ഷനിൽ നിന്നപ്പോ കണ്ട അവസ്ഥ ആണിത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ വാഹനം സ്ലോ ആക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിർത്തുക. മറ്റുള്ളവരെ വാഹനത്തിനുള്ള സിഗ്നൽ കിട്ടി അവർ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അപകടമാണ് നടക്കുക. അപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.